ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു ദി ഹാപ്പി പ്ലേറ്റ്. ഇവിടെ രണ്ടാളും നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഐ വിൽ ഷോ യു ദി വ്യൂ ഫ്രം ദി റൂം. ഓക്കെ, സോ പതിവ് പോലെ ഇന്നും ഞാൻ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. പതിവ് പോലെ എന്ന് പറയാൻ കാരണം എന്നും നേരത്തെ എഴുന്നേൽക്കണം എന്ന് വിചാരിക്കും, അലാറമൊക്കെ വെക്കും, പക്ഷേ നോ യൂസ്. അപ്പോൾ എന്താണെങ്കിലും നമ്മളൊന്ന് ഫേസൊക്കെ വാഷ് ചെയ്തു. ഇനി നമ്മളൊരു ബേസിക് സ്കിൻ കെയർ ആണ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് നാളായിട്ട് എൻ്റെ സ്കിന്നിൽ ഭയങ്കരമായിട്ടുള്ള അലർജിന്നോ അല്ലെങ്കിൽ എന്തൊക്കെയോ ഡിഫക്ട്സ് ഉണ്ട്. നിങ്ങൾക്കിത് ഭയങ്കര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. ഫുള്ള് വൈറ്റ് സ്പോട്ട്സ് ഒക്കെ മിക്സായിട്ട് സ്കിന്ന് ഭയങ്കര ഒരു മോശം അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു അമ്മയായതിനു ശേഷം ഈ സ്കിൻ കെയർ അല്ലെങ്കിൽ നമ്മുടെ ഒരു പേഴ്സണൽ കെയർ എല്ലാ രീതിയിലും ഞാനത് ശ്രദ്ധിക്കാറേ ഇല്ല. ഇടയ്ക്ക് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയും, നിനക്ക് 26 വയസ്സേ ആയിട്ടുള്ളൂ, 50 വയസ്സായി എന്ന് വിചാരിച്ച ലൈഫ് കഴിഞ്ഞു, അമ്മയായി എന്ന് വിചാരിച്ചൊന്നും ഇരിക്കാൻ നിൽക്കല്ലേ എന്ന് പറയും. പക്ഷേ ആഫ്റ്റർ ബീങ് എ മോം നമുക്ക് അതിൻ്റെ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റാതെ വന്നാലും പ്രയോറിറ്റൈസ് ചെയ്യാതിരുന്നത് വേണ്ടി പറയാം. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കണം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കണം എന്ന് എനിക്കൊരു ഫീൽ. നമുക്ക് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ചെയ്ത് വരുന്നത് ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ട് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യുക, എന്തെങ്കിലും ഓയിലിംഗ് ലോഷൻ എന്തെങ്കിലും ഇടാം. ഞാൻ നിവിയുടെ ഒരു ലോഷനാണ് ഇപ്പം അപ്ലൈ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സൺസ്ക്രീനാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ പുറത്തേക്കൊന്നും ഇപ്പോൾ ഇറങ്ങുന്നില്ല, ഞാൻ വർക്കിന് പോകുന്നത് ഉച്ചയ്ക്കാണ്. പക്ഷേ എങ്കിലും നമ്മളൊരു സൺസ്ക്രീൻ, കാരണം പുറത്തെ വെയിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് മുന്നേ കാണിച്ചു തന്നു. അപ്പോൾ നമ്മളെപ്പോഴും ഒരു സൺസ്ക്രീൻ ഒക്കെ ഇട്ടാൽ നല്ലതായിരിക്കും. ഒരുപാടൊന്നും ഞാൻ ഇട്ടിട്ടില്ല, പക്ഷേ ഒരു ജസ്റ്റ് പ്രൊട്ടക്ഷൻ. അപ്പോൾ യാ, സോ ദാറ്റ്സ് അബൌട്ട് മൈ സ്കിൻ കെയർ ഫോർ ദ ഡേ. ജസ്റ്റ് ബേസിക് സ്കിൻ കെയർ ആണ്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ മെയിൻ ഏരിയയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത് പോലെയാണ് ഇന്നത്തെ രാവിലത്തെ അവസ്ഥയും. ചില ദിവസങ്ങളിൽ നമ്മളിതെല്ലാം രാത്രി തന്നെ ക്ലിയർ ചെയ്തിട്ടാണ് കിടക്കുക, പക്ഷെ എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല. എന്തായാലും ഇനി എൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ മുന്നെഴുന്നേക്കാൻ മുമ്പ് വീണ്ടും ഇതെല്ലാം റീസെറ്റ് ചെയ്ത് ഒന്ന് ക്ലീൻ ചെയ്ത് അടിച്ച് തുടച്ച് ഒക്കെ ഇടണം. പക്ഷെ ഇതൊക്കെ ചെയ്താലും ആളിപ്പോൾ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ഈ ടോയ്സൊക്കെ ഇതേപോലെ തന്നെ ഉണ്ടാവും, തിരിച്ച് ബാക്ക് ഇങ്ങനെ പരത്തിയിടും. എങ്കിലും നമുക്ക് അത് ചെയ്യണം. സോ നമുക്കതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ അടിച്ചു വാരി തുടച്ച് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇന്നത്തെ ഒരു മെയിൻ പണിയാണ് നമ്മുടെ വേസ്റ്റ് വെക്കൽ. ഫ്ലാറ്റ് ലൈഫുള്ളവർക്കൊക്കെ അറിയാൻ പറ്റുന്നുണ്ടാവും, നമ്മൾ വേസ്റ്റ് മാനേജ്മെൻ്റ് ഒരു വലിയ പ്രശ്നം എന്നല്ല, ഇന്നവേ അത് നല്ലതാണ്. നമ്മൾ ഡെയിലി വേസ്റ്റ് എല്ലാം പുറത്ത് വെക്കുക. അവർ ഡെയിലി വന്ന് കളക്ട് ചെയ്യും. സൺഡേ മാത്രമാണ് കളക്ട് ചെയ്യാത്തതുള്ളൂ. അപ്പോൾ എന്താ, നമ്മൾ വേസ്റ്റും വെച്ചു. ഇനി നമ്മൾ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ നോക്കണം. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ദോശയാണ്. അപ്പോൾ ഇത് നമ്മുടെ ദോശമാവാണ്. ദോശ എന്ന് പറയുമ്പോൾ വെറും ദോശയല്ല, മസാല ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷെ അതിന് മുന്നേ നമുക്കൊന്നൊരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു ചായ ഇട്ട് കുടിക്കണം. അപ്പോൾ ഞാൻ കട്ടൻ ചായയാണ് കുടിക്കാറുള്ളത്. സോ കെറ്റിലിൽ വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മളിനി ചൂടാക്കി ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് നമ്മൾ നമ്മുടെ പണിയിലേക്ക് കയറും. അപ്പോൾ നമ്മുടെ ചായ റെഡി. ഞാൻ സാധാരണ ബാൽക്കണിയിലൊക്കെ പോയി വന്നിട്ടാണ് ചായ കുടിക്കാറുള്ളത്.
പക്ഷേ ഇന്ന് ഭയങ്കര വെയിലാണ്. അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ ഓൾറെഡി സ്കിന്നിന് പണി കിട്ടിയിരിക്കുകയാണ്, അപ്പോൾ ഇനി പണി കൂട്ടണ്ടെന്ന് വിചാരിച്ചു. അപ്പം നമുക്കിവിടെ നിന്ന് കുടിച്ച് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ചായ ഞാൻ പൊതുവേ ഭയങ്കര ലൈറ്റ് കട്ടൻ കുടിക്കുന്ന ആളാണ്, പക്ഷെ ഇന്ന് എനിക്ക് കുറച്ച് കടുപ്പം കൂട്ടി കുടിക്കാൻ തോന്നി, അതുകൊണ്ടാണ്. ഡോണ്ട് ഫീൽ ബാഡ്. ചില ആൾക്കാർക്ക് ഇത്രയും കളർ ആൻഡ് ഇത്രയും കടുപ്പത്തിൽ ചായ കുടിക്കുന്നത് അത്ര ഹെൽത്തി ഒന്നും അല്ല. ചായ കുടിക്കുന്നതേ വലിയ ഹെൽത്തി ഒന്നും അല്ല, പക്ഷെ നമ്മുടെ ചില ശീലങ്ങൾ, നമുക്കൊരു ഡേ, എനിക്കൊരു ഡേ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ചായ, അതും കട്ടൻ ചായ. പാൽ ചായ ഒന്നും ഞാൻ രാവിലെ പ്രിഫർ ചെയ്യേയില്ല. കട്ടൻ ചായ ഒരെണ്ണം കിട്ടിയാൽ ഭയങ്കര എനർജറ്റിക് ആവും. അങ്ങനെയാണ് ഞാൻ എന്നും സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് കുറേ നാളുകളായിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടിപ്പം അത് വേണം. അപ്പോൾ എന്തായാലും ഞാൻ ചായ കുടിക്കട്ടെ. ചായ കുടിച്ചിട്ട് നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയാണ്. ആൻഡ് ഈ വീഡിയോ എത്രത്തോളം ഇനി മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയില്ല, കാരണം ഇപ്പോൾ ടൈം ഓൾമോസ്റ്റ് 8:30 കഴിഞ്ഞു എന്തായാലും. അപ്പോൾ മോൻ ഇപ്പോൾ തന്നെ എഴുന്നേറ്റ് വരും. മോൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിങ്ങനെയൊക്കെ സംസാരിച്ച് വീഡിയോ എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക എന്നുള്ളതാണ്, അതായിരിക്കും എൻ്റെ പ്രയോറിറ്റി. അപ്പോൾ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റണമെന്നില്ല. ഇനി ഈ പാലിലേക്ക് മധുരത്തിന് ഞാൻ പനം കൽക്കണ്ടമാണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ പഞ്ചസാര കൊടുക്കാറില്ല. ഇത് ഞാൻ സത്യം പറഞ്ഞാൽ പൊടിച്ച് വെക്കാറാണുള്ളത്. ഇന്നിപ്പോൾ പൊടിച്ചത് തീർന്നത് കൊണ്ട് നമ്മൾ വെക്കാൻ വേണ്ടി ചെറിയ കുറച്ച് തരികളുണ്ട്, അതിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഇനി ഇന്നത്തെ മറ്റൊരു പണി, ഇത് മറ്റൊന്നല്ല, ചിക്കനാണ്. ചിക്കൻ നമ്മൾ ഫ്രീസറിൽ വെച്ചതാണ്. അപ്പോൾ ഇത് നൈസ് വിട്ടിട്ട് വേണം നമുക്ക് ഇന്നത്തെ കറി. ഇന്ന് ചിക്കൻ വെച്ചിട്ടോ മേ ബി കറി അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ എന്തെങ്കിലും ആയിരിക്കും. സോ ലെറ്റ്സ് ഓപ്പൺ ദിസ്. അപ്പോഴേക്കും നമ്മുടെ പാൽ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. സോ ആ പറഞ്ഞ സമയം കൊണ്ട് ഞാൻ നമ്മുടെ മസാല ദോശയ്ക്ക് വേണ്ടി ഉള്ള വെജിറ്റബിൾസൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കണം, ആൻഡ് ഇതൊക്കെ അരിഞ്ഞ് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചെടുക്കണം, അങ്ങനെ കുറച്ച് പരിപാടികൾ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ കുക്കിംഗ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് പുഴുങ്ങാൻ വെക്കണം, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് ചെയ്യുന്ന ഒരു ഗ്യാപ്പിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ ആദ്യം ചായ കുടിച്ചു കഴിഞ്ഞു? ഇല്ല. അപ്പോൾ ഇനി നമുക്ക് റിലാക്സ് ചെയ്ത് ചായ കുടിക്കാം. കാരണം നമ്മുടെ കുക്കറിൽ പൊട്ടറ്റോ നീവാൻ വെച്ചിട്ടുണ്ട്, അത് 2 വിസിലാവും. ആ ഒരു ഗ്യാപ്പിൽ നമുക്കൊന്ന് ഇരുന്ന് ചായ കുടിക്കാം. പ്ലസ് എനിക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്തു, എൻ്റെ ഒരു ചിക്കൻ പെരളൻ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം എഡിറ്റിംഗ് കഴിഞ്ഞു, ഇനി അതിന് വോയിസ് ഓവർ കൊടുക്കണം. സോ ലെറ്റ്സ് ഡു ദാറ്റ്. ഗൈസ്, എൻ്റെ ഷൊത്തു എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഉമ്മ തന്നെ. അപ്പോൾ എല്ലാവർക്കും ബൈ കൊടുത്താ, ടാറ്റ കൊടുക്കി. അപ്പോൾ ബൈ ഗൈസ്, ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.